ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. തേടി നടന്നു കാലടി കഴക്കട്ടെ, ഭവൽകീർത്തനം പാടിപ്പാടി വരണ്ടുണങ്ങുകിലുണങ്ങേടട്ട ജിഹ്വാഞ്ചലം. കൂടെ നടത്തുമർച്ചന തളർത്തിയിടട്ടെ, കൈ രണ്ടുമേ കൂടാത്മാവ് വെടിഞ്ഞിടും വരഹരേ, നിന്നെ സ്മരിച്ചാവു ഞാൻ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധത്തില് 20-ാമത്തെ അധ്യായം. ഈ അധ്യായത്തില് ബ്രഹ്മകൃത വിവിധ സൃഷ്ടി വർണ്ണനം, മൈത്രേയനും വിതുരനും തമ്മിലുള്ള സംഭാഷണമായിട്ടാണ് ഈ ഭാഗം നമ്മൾ കാണുന്നത്. അപ്പൊ നമുക്ക് ആ അധ്യായത്തിലേക്ക് കടക്കാം. എല്ലാവർക്കും നമസ്കാരം. അഥ വിംശോധ്യായാം ശൗനക ഉവാച മഹീം പ്രതിഷ്ഠാമധ്യസ്യ സൗതേ സ്വായംഭുവോ മനു കാന്യന്വതിഷ്ഠദ്വാരാണി മാർഗായ വരജന്മനാം. ഹേ സൗതേ, അല്ലയോ സൂതപുത്ര, സ്വയംഭുവ മനു പ്രതിഷ്ഠാം വാസസ്ഥാനമായി, അധ്യസ്യ മഹീം ഭൂമിയെ ലഭിച്ച ശേഷം, അവരജന്മന പിന്നീടുണ്ടാകുന്നവരുടെ മാർഗത്തിനായി, കാനി എന്തെല്ലാം, ദ്വാരാണി ഉപായങ്ങളെ, അന്വതിഷ്ഠത് അംഗീകരിച്ചു. ക്ഷത്താ മഹാഭാഗവത കൃഷ്ണസ്യൈകാന്തിക സുഹൃത് യസ്തത്യാജാഗ്രജം കൃഷ്ണേ സാപത്യമഖവാനിതി ദ്വൈപായനാദനവരോ മഹിത്വേ തസ്യ ദേഹജ സർവാത്മനാ ശ്രുതഃ കൃഷ്ണം തത്പരാംശ്ചാപ്യനുവ്രതഃ കിമന്വപൃച്ഛൻ മൈത്രേയം വിരജാസ്തീർത്ഥസേവയാ ഉപഗമ്യ കുശാവർത്ത ആസീനം തത്വവിത്തമം. തയോ സംവദതോ സൂത പ്രവൃത്താ ഹ്യമലാ കഥാഃ ആപോ ഗംഗ ഇവാഖഖ്നി ഹരേ പാദാംബുജാശ്രയാഃ താനഃ കീർത്തയ ഭദ്രം തേ കീർത്തന്യോദാരകർമ്മണ രസജ്ഞഃ കോന്നു തൃപ്യേത ഹരിലീലാമൃതം പിബന്. ഹേ സൂത, അല്ലയോ സൂത, യഹ യാതൊരാൾ കൃഷ്ണേ ശ്രീകൃഷ്ണനിൽ അഖവാൻ ഇതി അപരാധം പ്രവർത്തിച്ചതിനാൽ സാപത്യം പുത്രരോടുകൂടിയ അഗ്രജം ജ്യേഷ്ഠനെ, അതായത് ധൃതരാഷ്ട്രനെ, തത്യാജ ഉപേക്ഷിച്ചുവോ, മഹാഭാഗവത ഭാഗവതോത്തമനും കൃഷ്ണസ്യ ശ്രീകൃഷ്ണന്റെ ഐകാന്തിക സുഹൃത്ത് ഉറ്റ സുഹൃത്തും മഹിത്വേ മഹിമയിൽ ദ്വൈപായനാത് വേദവ്യാസനേക്കാൾ അനവരഹ തീരെ കുറവില്ലാത്തവനും തസ്യ അദ്ദേഹത്തിന്റെ ദേഹജഹ പുത്രനും സർവാത്മന എല്ലാവിധവും കൃഷ്ണം ശ്രീകൃഷ്ണനെ ശ്രിതഃ ആശ്രയിച്ചവനും തത്പരാഞ്ച അപി ശ്രീകൃഷ്ണ ഭക്തരെ കൂടി അനുവ്രതഃ അനുകരിക്കുന്നവനും തീർത്ഥസേവയാം പുണ്യതീർത്ഥ സന്ദർശനത്താൽ വിരജ രജോഗുണം നശിച്ചവനുമായ ക്ഷത്ത വിതുരർ തത്വവിത്തമം തത്വജ്ഞരിൽ മുമ്പനായ കുശാവർത്തെ ഹരിദ്വാരത്തിൽ ആസീനം ഇരിക്കുന്ന മൈത്രേയ മുനിയെ ഉപഗമ്യ സമീപിച്ച് കിം അന്വപൃച്ഛത് പിന്നെയും എന്തൊക്കെ ചോദിച്ചു. തയോഹോ അവർ രണ്ടുപേരും സംവദതോ സംഭാഷണം ചെയ്തിരിക്കെ കീർത്തന്യോദാര കർമ്മണ കീർത്തിപ്പാനുതകുന്ന ഉദാരകർമ്മങ്ങളോടുകൂടിയതും ഗംഗാ ആപ ഇവ ഗംഗാജലം പോലെ ഹരേ ശ്രീഹരിയുടെ പാദാംബുജാശ്രയാഹ തൃപാദകമലത്തെ ആശ്രയിച്ചുള്ളവയും അഖഖ്നീ പാപനാശകങ്ങളുമായ അമലാകഥാഹ നിർമ്മല കഥകൾ പ്രവൃത്താഹ ഹി പ്രവൃത്തങ്ങളാകുമല്ലോ രസജ്ഞ കഥാരസമറിയുന്ന കഹാനു ആരാണ് ഹരിലീലാമൃതം കൃഷ്ണലീലാമൃതത്തെ പിബൻ പാനം ചെയ്ത് തൃപ്യേത തൃപ്തി നേടുക താന അവയെ ഞങ്ങൾക്ക് കീർത്തിച്ചു തന്നാലും തേ ഭദ്രം അങ്ങയ്ക്ക് നന്മ വരട്ടെ. അന്വയക്രമത്തില് ഓരോ വാക്കുകളുടെയും അർത്ഥം പറഞ്ഞതാണ്. കുറച്ച് നീണ്ടുപോയി, എന്നാൽ അതിൻ്റെ സാരം വളരെ ചുരുക്കി പറയാം. അല്ലയോ സൂത, സ്വയംഭുവ മനു
ഭൂമിയെ അധിവാസസ്ഥാനമായി ലഭിച്ച ശേഷം ഭഗവാനിൽ വിലയിച്ചു കിടക്കുന്ന ജീവരാശികളെ പുറത്തു കൊണ്ടുവരുവാൻ ഏതെല്ലാം ഉപായങ്ങൾ സ്വീകരിച്ചുവെന്ന ശൗനക പ്രശ്നത്തോടെയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. പരമഭക്തനും ഭഗവാന്റെ വാത്സല്യത്തിന് പാത്രീഭവിച്ചവനുമായ വിതുരൻ ഗംഗാദ്വാരത്തിൽ വെച്ച് മൈത്രേയ മഹർഷിയോട് പിന്നീട് ചോദിച്ച ചോദ്യങ്ങളും മൈത്രേയ മഹർഷിയുടെ മറുപടിയും ആഖ്യാനം ചെയ്യണമെന്നും ശൗനകൻ സൂതനോട് അഭ്യർത്ഥിച്ചു. അതായത് നമ്മൾ കേൾക്കുന്ന ഈ ഭാഗവതം സൂത ശൗനക സംവാദമായി നൈമിഷാരണ്യത്തിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ മുൻപ് സംഭവിച്ച ഈ വിതുര മൈത്രേയ സംവാദം ഞങ്ങൾക്ക് വേണ്ട വിധത്തിൽ ഉപദേശിച്ചു തരണമേ എന്നുള്ള അഭ്യർത്ഥനയാണ് അവിടെ. അപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിതുര മൈത്രേയ സംവാദം. ആ വിതുര മൈത്രേയ സംവാദം ഇവിടെ സൂത ശൗനകാദികൾ പരസ്പരം കേട്ട് ആസ്വദിക്കുന്നു. ഒരാൾ ചോദിക്കുന്നു, മറ്റാൾ പറയുന്നു. അതേ കാര്യം തന്നെയാണ് അവിടെ ശ്രീശൈവ ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഏവമുഗ്രശ്രവാപൃഷ്ട ഋഷിഭിർനൈമിഷായനൈഃ ഭഗവത്യർപ്പിതാധ്യാത്മസ്ഥാനാഃ ശ്രൂയതാം ഇതി. ഉഗ്രശ്രവാഃ, ഉഗ്രശ്രവസ്, നൈമിഷായനൈഃ, നൈമിഷാരണ്യവാസികളായ ഋഷിഭി മുനികളാൽ, ഏവം ഇങ്ങനെ, പൃഷ്ട ചോദിക്കപ്പെട്ടിട്ട്, ഭഗവതി ഭഗവാനിൽ, അർപ്പിതാധ്യാത്മഃ അർപ്പിക്കപ്പെട്ട അന്ധക്കരണത്തോടു കൂടിയവനായിട്ട്, ശ്രൂയതാം കേട്ടാലും, ഇതി എന്ന് താൻ അവരോട് ആഹ പറഞ്ഞു. അപ്പൊ നൈമിഷാരണ്യത്തിലെ ദീർഘസത്രത്തിൽ വ്യാപൃതരായ ഋഷികളാൽ ഇപ്രകാരം ചോദിക്കപ്പെട്ട ഉഗ്രശ്രവസ് ഭഗവാനിൽ അർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയവനായിട്ട് അവരോട് കേട്ടാലും എന്ന് പറഞ്ഞു. ഇത് വ്യാസവാക്യമാണ് എന്ന് ഭാഗവതം വ്യാഖ്യാനിച്ച ശ്രീധരാചാര്യസ്വാമികൾ പറയുന്നുണ്ട്. ഏവമിതി വ്യാസവാക്യം എന്ന്. ഈ ശ്ലോകത്തിന് മുമ്പായി വ്യാസ ഉവാച എന്ന് വേണ്ടതാണ്. പ്രാചീന ഗ്രന്ഥങ്ങളിൽ പോലും അപ്രകാരം കാണായികയാലാണ് ശ്രീധരാചാര്യർ ഇത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. അപ്പൊ ഭാഗവത പ്രവചനം നടത്തുന്ന സൂതന്റെ പേര് ഉഗ്രശ്രവസ് എന്നാണ്. ഇത് മിക്ക ആൾക്കാർക്കും അറിയില്ല. അപ്പൊ ഈ സൂതന് പേരുണ്ട് ഉഗ്രശ്രവസ്. അപ്പൊ ആ ഒരു പേര് നമ്മൾ ഭാഗവത ഗ്രന്ഥത്തിൽ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെയാണ്. രോമഹർഷണപുത്രനായ സൂതൻ എന്ന് മാത്രമേ നമ്മൾ മുൻഭാഗങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളൂ, അല്ലേ? ഇതി സംപ്രശ്ന സംഹൃഷ്ടോ വിപ്രാണാം രോമഹർഷണി, ഇങ്ങനെ പ്രഥമസ്കന്ധത്തില് 2ാമത്തെ അധ്യായത്തിൽ കാണാം. എന്നാൽ ഇവിടെ ഈ ഉഗ്രശ്രവസ് എന്നുള്ള പേര് എടുത്തു പറയുന്നുണ്ട്. ഈ സൂതന് ഉഗ്രശ്രവസ് എന്ന പേര് വന്നത് എങ്ങനെ എന്ന് മഹാഭാരത വ്യാഖ്യാനത്തില് നീലകണ്ഠാചാര്യര് വിവരിക്കുന്നുണ്ട്. ഉഗ്രസ്യ നൃസിംഹതാപനീയോപനിഷത് പ്രതിപാദ്യസ്യ വസ്തുനഃ ശ്രവഃ ശ്രവണം യസ്യ സഹ അധികൃതോപനിഷദ് രഹസ്യ ഇത്യർത്ഥഃ. ഇങ്ങനെ നീലകണ്ഠാചാര്യരുടെ ഭാവദീപം ഭാരതം വ്യാഖ്യാനത്തില് എങ്ങനെയാണ് ഈ ഉഗ്രശ്രവസ് എന്നുള്ള പേര് വന്നത് എന്ന് എടുത്തു പറയണം. അതായത് ഉഗ്രം എന്നാൽ നൃസിംഹതാപനീയോപനിഷത്ത്. ആ ഉപനിഷത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള വസ്തുവിനെ കുറിച്ച് അവഗാഹജ്ഞാനമുള്ളവനാണ് ഇദ്ദേഹം എന്നർത്ഥം. ഉപനിഷത്തുകളുടെ എല്ലാം രഹസ്യം ഗ്രഹിച്ചവൻ എന്നർത്ഥം. ഉഗ്രം അഥവാ നൃസിംഹതാപനീയോപനിഷത്തിനെ സർവ ഉപനിഷത്തുകളുടെയും ഉപലക്ഷണമായി ഗണിച്ചിരിക്കുകയാണ്. അപ്പോൾ അതായത് നമ്മൾ സാധാരണ ശങ്കര ഭഗവത്പാദരുടെ ഉപനിഷത്തുകളൊക്കെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. 10-12 ഉപനിഷത്തുകളുണ്ട് ഭഗവത്പാദര് ഭാഷ്യം എഴുതിയതായിട്ട്. അതുകൂടാതെ അനേകം ഉപനിഷത്തുകളുണ്ട്. കണ്ടെടുക്കപ്പെട്ട ഉപനിഷത്തുകൾ 1000-ലധികം ഉണ്ട് എന്ന് പറയുന്നു. മലയാളത്തിലും മറ്റു 108ഓളം ഉപനിഷത്തുകൾ അർത്ഥസഹിതം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഇപ്രകാരമുള്ള സകല ഉപനിഷത്തുകളുടെയും ഉപലക്ഷണമായിട്ടാണ് ഇവിടെ ഈ നൃസിംഹതാപനീയോപനിഷത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതായത് സകല ഉപനിഷത്തുകളും വേണ്ട വിധത്തിൽ വിധിയാംവണ്ണം പഠിച്ച ആളാണ് ഈ കഥ പറയുന്ന സൂതൻ. അപ്പോൾ ഉപനിഷത്തുകളിൽ പ്രതിപാദിക്കപ്പെട്ട വസ്തു ബ്രഹ്മമാണ്. അതിനാൽ ഉഗ്രശ്രവസ് എന്നാൽ ബ്രഹ്മജ്ഞാനിയായവൻ എന്നർത്ഥം. ഇനി ആ ഉപനിഷത്ത് എന്താന്ന് ഏകദേശം ഒന്ന് നോക്കാം. ഓം ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം എന്ന മന്ത്രത്തിന്റെ ഭാഷ്യരൂപത്തിലാണ്
നൃസിംഹപൂർവതാപനി ഉപനിഷത്തിലെ 2ാമത്തെ അധ്യായം. പ്രണവസ്യ പൂർവ മാത്ര പൃഥിവ്യകാരഃ. ഇങ്ങനെ ഓങ്കാരത്തെ പറ്റി തസ്യഹവ ഉഗ്രം പ്രഥമം സ്ഥാനം ജാനീയാദ്യോ, ഉഗ്രം ദ്വിതീയം സ്ഥാനം, അഹമേകാദശം സ്ഥാനം ജാനീയാദ്യോ, ജാനീതേ സോ അമൃതത്വം ച ഗച്ഛതി ഏകാദശപദാവ ഇത്യാദി. അപ്പോൾ മുഖ്യമായും ഈ പ്രസിദ്ധമായ ഉഗ്രം വീരം മഹാവിഷ്ണു ആരംഭിക്കുന്ന ഈ ഒരു മന്ത്രത്തെ സംബന്ധിക്കുന്നതാകയാൽ നൃസിംഹതാപനീയോപനിഷത്ത് ഉഗ്രം എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ പ്രചാരത്തിലുള്ള ഗ്രന്ഥങ്ങളിൽ ഈ ഉപനിഷത്ത് പൂർവോത്തര വിഭാഗേന 2 ഉണ്ട്. ഭാഗവതാരംഭത്തിൽ ശ്രീധരാചാര്യരുടെ പാഠത്തിൽ നൈമിഷേയ നിമിഷക്ഷേത്രേ എന്ന് പറഞ്ഞു. നൈമിഷം എന്ന് പാഠാന്തരമുണ്ടെന്നും നൈമിഷത്തിന് ഇന്നന്ന അർത്ഥമെന്നും നൈമിഷത്തിന് ഇന്നന്ന അർത്ഥമെന്നും, അതായത് നൈമിഷം എന്നും ഉച്ചരിക്കപ്പെടുന്നുണ്ട്, നൈമിഷം എന്നും ഉച്ചരിക്കപ്പെടുന്നുണ്ട്. ഈ രണ്ടിൻ്റെയും വ്യത്യാസം ശ്രീധരാചാര്യസ്വാമികൾ വിശദമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നൈമിഷം എന്നതിൽ ആ ശബ്ദത്തിന് അവലംബമായ ചരിത്രമല്ലാതെ പ്രമാണം ഈ ആദ്യത്തെ സ്കന്ധത്തിലെ ഈ ശ്ലോകത്തിൽ ഉദ്ധരിച്ചിട്ടില്ല. ഭഗവാനും ഗൗരമുഖൻ എന്ന ഋഷിയുമായുള്ള സംവാദത്തിൽ വരുന്ന ആ ഭാഗം വരാഹപുരാണത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അതെങ്ങനെയാ വെച്ചാൽ തേന ചക്രേണ തൽ സൈന്യമസുരേർ ദുർജയം ക്ഷണാത് നിമേഷാന്തരമാത്രേണ സമഗ്രം ഭസ്മസാത്കൃതം ഏവം കൃത്വാ തതോ ദേവൗ മുനിം ഗൗരമുഖം തത് ഉവാച നൈമിഷേണേദം നിഹതം ദാനവം കുലം അരണ്യേസ്മിൻ തതസ്ത്വേവ നൈമിഷാരണ്യസഞ്ജിതം ഭവിഷ്യതി യഥാർത്ഥം വൈ ബ്രാഹ്മണാനാം നിവേശനം. അതായത് ഭഗവാന്റെ ആ ഒരു കാര്യം പറഞ്ഞു വരുന്ന സമയത്ത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന അസുരന്മാരെ നിഗ്രഹിച്ചത് കൊണ്ടാണ്, അതായത് നിമിഷ നേരം കൊണ്ട് നിഗ്രഹിച്ചത് കൊണ്ടാണ് ആ പ്രദേശത്തിന് നൈമിഷാരണ്യം എന്ന് പേരുണ്ടായത് അത്രേ. അപ്പൊ നൈമിഷം എന്നുള്ള വാക്കിനെ പല രീതിയിൽ ആചാര്യന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ചിലർ പറയുന്നു നിമിഷത്തെ സംബന്ധിക്കുന്നത്. അപ്പൊ വളരെ രസകരമാണ് ഈ സംസ്കൃതത്തിലെ ഓരോ പദങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ. നൈമിഷാരണ്യം. അപ്പൊ എന്തായാലും ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. സൂത ഉവാച ഹരേധൃതക്രോഡതനോസ്വമായ നിശമ്യ ഗോരുദ്ധരണം രസാതലാത് ലീലാം ഹിരണ്യാക്ഷമവജ്ഞയാ ഹതം സഞ്ജാത ഹർഷോ മുനിമാഹ ഭാരത. ഹരേ വിഷ്ണു ഭഗവാന്റെ സ്വമായ മായാവൈഭവത്താൽ ധൃതക്രോഡതനോഹോ വരാഹരൂപം ധരിച്ച് രസാതലാത് രസാതലത്തിൽ നിന്നുള്ള ഗോ ഭൂമിയുടെ ഉദ്ധരണം ലീലാം ഉദ്ധരണമാവുന്ന ലീലയെയും അവജ്ഞയാ നിഷ്പ്രയാസം നിസ്സാരഭാവത്തോടെ ഹതം നിഗ്രഹിക്കപ്പെട്ട ഹിരണ്യാക്ഷം ഹിരണ്യാക്ഷ ചരിത്രവും നിശമ്യ കേട്ട് സഞ്ജാത ഹർഷ സന്തോഷഭരിതനായ ഭാരത വിദുരർ മുനിം ആഹ മൈത്രേയനോട് ചോദിച്ചു. വിദുര ഉവാച പ്രജാപതിപതി സൃഷ്ട്വാ പ്രജാസർഗേ പ്രജാപതീന് കിം ആരഭത മേ ബ്രഹ്മൻ പ്രബ്രൂഹ്യവ്യക്രമാർഗവിത്. ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മൻ, പ്രജാപതിപതി പ്രജാപതിമാരുടെ അധിപൻ പ്രജാപതീൻ പ്രജാപതികളെ സൃഷ്ടിച്ചതിന് ശേഷം പ്രജാസർഗേ പ്രജകളുടെ സൃഷ്ടിക്ക് വേണ്ടി കിം ആരഭത എന്താരംഭിച്ചു എന്നെല്ലാം അവ്യക്രമാർഗവിത് സാധാരണക്കാർക്ക് വ്യക്രമല്ലാത്ത കാര്യങ്ങൾ നന്നായി അറിയുന്ന അങ്ങ് മേ എനിക്ക് പ്രബ്രൂഹി വിവരിച്ചു തന്നാലും. യേ മരീച്യാദയോ വിപ്ര യസ്തു സ്വയംഭുവോ മനു തേ വൈ ബ്രഹ്മണ ആദേശാത് കഥമേതദഭാവയൻ. യേ മരീച്യാദയ വിപ്രാഹ യാതൊരു മരീചി മുതലായ ബ്രാഹ്മണർക്കും യഹ സ്വയംഭുവ മനുഹു തു ഏതൊരു സ്വയംഭുവ മനുവും ആയ തേവൈ അവർ ഏതത് ഇതിനെ ബ്രഹ്മണ ബ്രഹ്മാവിൻ്റെ ആദേശാത് നിർദ്ദേശപ്രകാരം കഥം ഇങ്ങനെ അഭാവയൻ അഭിവൃദ്ധിപ്പെടുത്തി. സദ്വിതീയ കിമസൃജന് സ്വതന്ത്ര ഉത കർമ്മസു ആഹോസ്യ സംഹത സർവ ഇദം സ്മ സമകൽപ്പയൻ. ഇതം ഇതിനെ സദ്വിതീയ ഭാര്യാസമേതരായിട്ട് അസൃജൻ കിം സ്മ സൃഷ്ടി ചെയ്തതാണോ ഉത അതോ കർമ്മസു കർമ്മങ്ങളിൽ
സ്വതന്ത്രാഹ ഒറ്റയ്ക്കായിട്ടോ, ആഹോസ്യുത് അതോ സർവേ എല്ലാവരും, സംഹതാ ഒരുമിച്ച്, സമകൽപ്പയൻ പ്രവർത്തിച്ചു. അപ്പൊ ശൗനകാദികളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് സൂതൻ വിതുരമൈത്രേയ സംവാദം തുടർന്ന് ഉദ്ധരിക്കുന്നു. മായാസൂകര രൂപം സ്വീകരിച്ച് രസാതലത്തിൽ നിന്ന് ഭൂമിയെ ഉദ്ധരിച്ച് ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ച വൃത്താന്തം കേട്ട് ഹർഷാകുലനായി ചോദിക്കുന്നു. പ്രജാപതികളുടെ അധിപനായ ബ്രഹ്മാവ് പ്രജാപതികളെ സൃഷ്ടിച്ച ശേഷം എന്ത് ചെയ്തു? മരീച്യാദികളായ പ്രജാപതികളും സ്വയംഭുവ മനുവും ബ്രഹ്മാവിന്റെ ആജ്ഞാനുസാരേണ എങ്ങനെ സൃഷ്ടികർമ്മം നടത്തി? അവരുടെ സൃഷ്ടി പത്നി സമേതന്മാരായിട്ടാണോ, അതോ സ്വയമായിട്ട് തന്നെയോ, അതോ അവരെല്ലാം കൂടി ഒരുമിച്ചിട്ടോ? ഇതാണ് വിതുര മഹാശയൻ ചോദിക്കുന്ന ചോദ്യം. മൈത്രേയ മഹർഷി അതിന് സമാധാനം പറയുന്നു. മൈത്രേയ ഉവാച ദൈവേന ദുർവിതർക്കേണ പരേണാനിമിഷേണ ച ജാതക്ഷോഭാത് ഭഗവതോ മഹാനാസീത് ഗുണത്രയാത്. ദുർവിതർക്കേണ ഊഹാതീതമായതും പരേണ പ്രകൃതിയിൽ അധിവസിക്കുന്ന പുരുഷനാലും അനിമിഷേണ ച കാലശക്തിയാലും ദൈവേന ഈശ്വരേച്ഛയാൽ ജാതക്ഷോഭാത് ക്ഷോഭം സംഭവിച്ച ഭഗവതഃ ഭഗവാന്റെ ഗുണത്രയാത് ഗുണത്രയത്തിൽ നിന്ന് മഹാൻ മഹത്വത്വം ആസീത് ഉണ്ടായി. രജപ്രധാനാൻ മഹത സ്ത്രീലിംഗോ ദൈവചോദിതാത് ജാത സസർജഭൂതാദി ബിയദാദീനി പഞ്ചശ. രജപ്രധാനാത് രജോ ഗുണപ്രധാനമായ മഹതഃ മഹത്തത്വത്തിൽ നിന്ന് ദൈവചോദിതാത് ഈശ്വരേച്ഛയാൽ ജാതഃ ഉണ്ടായ ത്രിലിംഗ ത്രിഗുണാത്മകമായ ഭൂതാദി ഭൂതങ്ങളിൽ ആദ്യത്തേത്, അതായത് അഹങ്കാരം, ബിയദാദീനി ആകാശാദികൾ എന്നിങ്ങനെ പഞ്ചശഃ 5 വീതം സസർജ സൃഷ്ടിച്ചു. ചില ഗ്രന്ഥങ്ങളിൽ ഭൂതാനി ബിയദാദീനി എന്നൊരു പാഠവ്യത്യാസം കാണുന്നുണ്ട്. ഭൂതേഷു ആദി ഭൂതാദി തത് പുരുഷനായിട്ട് പറഞ്ഞതാണ്. താനി ചൈകൈകശസ്രഷ്ടും അസമർത്ഥാനി ഭൗതികം സംഹത്യ ദൈവയോഗേന ഹൈമമണ്ഡമവാസൃജത്ത്. ഏകൈകശഃ ഓരോന്നായി സൃഷ്ടും സൃഷ്ടിക്കുവാൻ അസമർത്ഥാനി അശക്രങ്ങളായ താനി അവയെ ദൈവയോഗേന ഈശ്വരശക്തിയുടെ പ്രഭാവത്താൽ സംഹത്യ ഒന്നിപ്പിച്ച് ഭൗതികം ഭൗതികം എന്ന് പറഞ്ഞാൽ ഭൂതാത്മകവും ഹൈമം സ്വർണമയവുമായ അണ്ഡം അണ്ഡകോശത്തെ അവാസൃജത്ത് സൃഷ്ടിക്കുകയും ചെയ്തു. സോശയിഷ്ട അബ്ധിസലിലെ അണ്ഡകോശോ നിരാത്മകഃ സാഗ്രം വൈ വർഷസാഹസ്രമന്വവാസീത്തമീശ്വരഃ. സഹ അണ്ഡകോശഃ ആ ബ്രഹ്മാണ്ഡകോശം നിരാത്മകഃ അചേതനമായിട്ട് സാഗ്രം വർഷസഹസ്രം 1000 സംവത്സരത്തിലേറെ കാലം അബ്ധിസലിലെ സമുദ്രജലത്തിൽ അശയിഷ്ട വൈ കിടന്നുവത്രേ. അനു പിന്നെ ഈശ്വരഃ ഈശ്വരൻ തം അതിനെ അന്വവാത്സീത് പ്രവേശിച്ചു. തസ്യ നാഭേരഭൂത് പത്മം സഹസ്രാർക്കോരുദീധിതി സർവജീവ നികായൗകോ യത്ര സ്വയമഭൂസ്വരാട്ട്. തസ്യ അദ്ദേഹത്തിന്റെ നാഭേ പൊക്കിളിൽ നിന്ന് സഹസ്രാർക്കോരുദീധിതി 1000 സൂര്യന്മാരുടെ തേജസ്സോടുകൂടിയതും സർവജീവ നികായൗക സർവജീവരാശികളുടെയും ആശ്രയസ്ഥാനവുമായ പത്മം താമരപ്പൂവ് അഭൂത് ഉണ്ടായി. യത്ര യാതൊന്നിൽ സ്വരാട്ട് ബ്രഹ്മാവ് സ്വയമഭൂത് സ്വയമേവ ഉണ്ടായി. ദീധിതി എന്ന ശബ്ദം സ്ത്രീലിംഗമാണെങ്കിലും അവിടെ പത്മം എന്നതിൻ്റെ വിശേഷണമാകയാൽ നപുംസകലിംഗമായിട്ടാണ് പ്രയോഗിച്ചത്. പത്മം ഇവിടെ നപുംസകമാണെങ്കിലും പത്മ എന്ന് പുല്ലിംഗമായിട്ടും ആ ശബ്ദം പ്രയോഗത്തിലുണ്ട്. സോനവിഷ്ടോ ഭഗവത യശേതേ സലിലാശയെ ലോകസംസ്ഥാം യഥാപൂർവം നിർമ്മമേ സംസ്ഥയാ സ്വയാം. സലിലാശയെ ഗർഭോദകമായ ഗൃഹത്തിൽ യാതൊരാൾ ശേതേ ശയിക്കുന്നുവോ ഭഗവത ആ ഭഗവാനാൽ അനുവിഷ്ട പ്രേരിതനായ സഹ ബ്രഹ്മാവ് സ്വയാ സ്വന്തമായ സംസ്ഥയ വ്യവസ്ഥയോടെ യഥാപൂർവം പൂർവകൽപ്പത്തിലെന്ന പോലെ ലോകസംസ്ഥാം ലോകരചനയെ നിർമ്മമേ നിർമ്മിച്ചു. ഈ ചോദ്യങ്ങൾ കേട്ട മൈത്രേയൻ സൃഷ്ടിക്രമം സംഗ്രഹരൂപത്തിൽ ആവർത്തിക്കുകയാണ് ഉണ്ടായത്. വിതുരപ്രശ്നത്തിന് യക്ഷാദികളുടെ സൃഷ്ടി മുതൽക്കാണ് ആരംഭിക്കേണ്ടത്. എന്നാൽ പ്രാരംഭം എന്നോണം 7 ശ്ലോകങ്ങളിൽ മുൻപറഞ്ഞ സൃഷ്ടിക്രമം സമാഹരിച്ച് വിതുരപ്രശ്നത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെ. അദൃഷ്ടം
പുരുഷൻ, കാലം എന്നിവയുടെ സ്വാധീനത്താൽ പ്രധാനം ക്ഷോഭിച്ചു. ഇതൊക്കെ സാഖ്യത്തിലെ ആശയങ്ങളാണ്. ആ പ്രധാനത്തിൽ നിന്ന് മഹത്തത്വം രൂപം കൊണ്ടു. അതിൽ നിന്ന് ത്രിഗുണാത്മകമായതും രജോ ഗുണത്തിന് പ്രാധാന്യം കൂടിയതുമായ അഹങ്കാരമുണ്ടായി. അതിൽ നിന്ന് അയ്യഞ്ചെന്ന ക്രമത്തിൽ ഭൂതങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, അവയുടെ ദേവതകൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, അവയുടെ ദേവതകൾ, തന്മാത്രകൾ എന്നിവ രൂപം കൊണ്ടു. ഇവയ്ക്കൊന്നും ഒറ്റയ്ക്കൊറ്റയ്ക്ക് സൃഷ്ടി ചെയ്യാൻ പ്രാപ്തിയില്ലായകയാൽ ഈശ്വരൻ അവയെ ഒരുമിച്ച് ചേർത്ത് സ്വർണമയമായ ഒരണ്ടം സൃഷ്ടിച്ചു. ചേതനാരഹിതമായ ആ അണ്ടം 1000 സംവത്സരത്തിലധികം കാലം സമുദ്രത്തിൽ ശയിച്ചു. അനന്തരം ഈശ്വരൻ അതിൽ പ്രവേശിച്ചു. അപ്പോൾ അതിന് ചൈതന്യമുണ്ടായി. ആ ഈശ്വരന്റെ നാഭിയിൽ നിന്ന് 1000 സൂര്യന്മാരുടെ പ്രകാശത്തോടു കൂടിയതും സർവ്വജീവജാലങ്ങൾക്കും ആധാരസ്ഥാനവുമായ ഒരു പത്മം ആവിർഭവിച്ചു. അതിൽ ബ്രഹ്മാവുണ്ടായി. ഈശ്വരനാൽ പ്രേരിതനായ ആ ബ്രഹ്മാവ് പൂർവകൽപ്പാനുസാരേണ സൃഷ്ടികർമ്മം നടത്തി. ഇനി എപ്രകാരമാണ് ഈ ബ്രഹ്മാവിൻ്റെ സൃഷ്ടി എന്നുള്ളത് പറയാണ്. ആദ്യമായി അവിദ്യയെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. സസർജ ഛായയാവിദ്യാം പഞ്ചപർവാണമഗ്രതഃ താമിശ്രം അന്ധതാമിശ്രം തമോ മോഹോ മഹാതമഃ. അഗ്രതഃ ആദ്യമായി തന്നെ, ഛായയാ നിഴൽ കൊണ്ട്, തമഃ തമസ്, മോഹഃ അഹം ബുദ്ധി, മഹാതമഃ ഭോഗേച്ഛ, അന്ധതാമിശ്രം മരണഭീതി എന്നീ പഞ്ചപർവാണം 5 കവരങ്ങളോട് കൂടിയ അവിദ്യാം അവിദ്യയെ സസർജ സൃഷ്ടിച്ചു. ബ്രഹ്മാവിന്റെ ഛായയിൽ നിന്ന്, നിഴലിൽ നിന്ന് അർത്ഥം പറഞ്ഞു. അബുദ്ധിയിൽ നിന്ന് താമിശ്രം, അന്ധതാമിശ്രം, തമസ്, മോഹം, മഹാമോഹം എന്നീ 5 പ്രകാരഭേദങ്ങളോട് കൂടിയ അവിദ്യയെ സൃഷ്ടിച്ചു. ഛായാപ്രഭ പ്രതിയോഗിനി തയാ അബുദ്ധേത്യർത്ഥഃ എന്ന് ശ്രീധരാചാര്യസ്വാമികളാണ്. അവിടെ ഛായ എന്നുള്ള ശബ്ദത്തിന് പ്രഭാപ്രതിയോഗിനി തയാ, അതായത് പ്രകാശത്തിന് വിപരീതമായിട്ട്, അതായത് പ്രകാശത്തിന് വിപരീതമായൊരു വസ്തു നിൽക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? നിഴലുണ്ടാവുന്നത്. അവിടെ അബുദ്ധേത്യർത്ഥഃ, അതായത് അബുദ്ധിയിൽ നിന്ന്, അറിവില്ലായ്മയിൽ നിന്ന്. കാരണം അറിവും അറിവില്ലായ്മയും എല്ലാവർക്കും ഉണ്ടല്ലോ, അത് ബ്രഹ്മാവിനും ഉണ്ട് എന്നർത്ഥം. അപ്പോൾ ആ അറിവില്ലായ്മയിൽ നിന്നാണ് അത്രേ ലോക സൃഷ്ടി. ഇത് വളരെ രസകരമാണ്, ചിന്തിക്കേണ്ടതാണ് നമ്മളൊക്കെ. അപ്പോൾ ഈ ശ്ലോകത്തിൽ പറഞ്ഞ അവിദ്യയുടെ 5 പ്രകാരഭേദങ്ങളെ പറ്റി 12ാം അധ്യായത്തിലും മറ്റും വിശദമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും സാഖ്യശാസ്ത്ര പ്രകാരം അതിനനുബന്ധം എന്നോണം കുറച്ചുകൂടി പറയേണ്ടതായിട്ടുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, പഞ്ചവിപര്യഭേദ ഭവന്ത്യശക്രിസ്തു കരണവൈകല്യാത് 28 ഭേദ തുഷ്ടിർനവധാഷ്ടഥാ സിദ്ധി ഭേദസ്തമസോഷ്ടവിധോ മോഹസ്യ ച 10 മഹാമോഹഃ താമിശ്ര 18 തഥാ ഭവന്ത്യന്ധതാമിശ്രഃ. ഇങ്ങനെയാണ് സാഖ്യകാരികയിൽ ഈ കാര്യത്തെ വിശദീകരിച്ചിട്ടുള്ളത്. അതായത് ഈ അവിദ്യ എന്താണെന്ന് ശരിക്കും പറഞ്ഞു തരുന്നത് സാഖ്യകാരികയാണ്. അപ്പൊ ഈ സാഖ്യകാരികയുടെ വ്യാഖ്യാനങ്ങൾ കൊണ്ട് സിദ്ധിക്കുന്നത് ഏകദേശം ഇപ്രകാരമാണ്: തമസ്, മോഹം, മഹാമോഹം, താമിശ്രം, അന്ധതാമിശ്രം എന്നിവയ്ക്ക് ക്രമത്തിൽ യോഗശാസ്ത്ര പ്രകാരമുള്ള അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം എന്നിവയാണ്. ഇതിനെ 5 വിപര്യങ്ങളായിട്ട് യോഗസൂത്രം പറയുന്നു. അപ്പൊ തമസ്സിനും മോഹത്തിനും 8 വീതവും, മഹാമോഹത്തിന് 10ഉം, താമിശ്രത്തിനും അന്ധതാമിശ്രത്തിനും 18 വീതവും പ്രകാരഭേദങ്ങളുണ്ട് എന്ന് സാഖ്യകാരികയിൽ കാണാം. അപ്പൊ പ്രകൃതി, മഹത്ത്, അഹങ്കാരം, 5 തന്മാത്രകൾ എന്നിവയിലുള്ള ആത്മഭാവനയാണ് തമസ്സിന്റെ 8 പ്രകാരഭേദങ്ങൾ. ഒന്നുകൂടി പറയാം: പ്രകൃതി, മഹത്ത്, അഹങ്കാരം, 5 തന്മാത്രകൾ എന്നിവയിലുള്ള ആത്മഭാവനയാണ് തമസ്സിന്റെ 8 പ്രകാരഭേദങ്ങൾ. എന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഉള്ള സംഗതികളാണ് ഈ പറഞ്ഞു പോകുന്നത്. നമ്മൾ ഓരോരുത്തരിലും ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആ തമോ ഗുണ സംബന്ധിയായിട്ടുള്ള ഈ സംഗതികളിൽ ഞാൻ എന്നുള്ള ചിന്ത ഉണ്ടാവുന്നു. ആത്മഭാവന. ഇതൊക്കെ ഞാനാണ്. കാരണം
ഞാൻ എന്ന് പറയുമ്പോൾ എൻ്റെ ശരീരത്തെ, മനസ്സിനെ, ബുദ്ധിയെ ഒക്കെ കണക്കാക്കിയിട്ടാണ് ഞാൻ എന്ന് പറയുന്നത്. അതിനെ സംബന്ധിക്കുന്ന സാഖ്യത്തിലെ തത്വങ്ങളാണിവ. അണിമാദികളായ 8 സിദ്ധികളും തനിക്ക് സ്വാധീനമായി എന്ന ഭാവമാണ് മോഹത്തിന്റെ 8 പ്രകാരഭേദങ്ങളായിട്ട് സാഖ്യകാരിക പറയുന്നത്. അതായത് ഇങ്ങനെ ജനിച്ച മനുഷ്യൻ ഈ യോഗ സാധനകളൊക്കെ അനുഷ്ഠിച്ചാൽ അയാൾക്ക് സ്വാഭാവികമായി യോഗസിദ്ധികൾ ഉണ്ടാകും. ആ യോഗസിദ്ധികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ മോഹിക്കപ്പെടും. അത് 8 തരത്തിലാണെന്ന്. പഞ്ചതന്മാത്രകളിലുള്ള ആസക്തിയാണ് മഹാമോഹം. തന്മാത്രകള് ദിവ്യം, ലൗകികം എന്നിങ്ങനെ 2 വിധം, അങ്ങനെ ആകെ 10. ഈ 10ഉം മുൻ പറഞ്ഞ 8 മോഹങ്ങളും ചേർന്ന് താമിശ്രത്തിന് 18 പ്രകാരഭേദങ്ങൾ. ഈ 18 തന്നെ അന്ധതാമിശ്രത്തിനും ബാധകം. താമിശ്രത്തിന്റെ വിപര്യം ദ്വേഷവും അന്ധതാമിശ്രത്തിൻ്റെത് അഭിനിവേശവും എന്ന വ്യത്യാസം. യോഗശാസ്ത്ര പ്രകാരം അഭിനിവേശം എന്നാൽ സ്വരസവാഹി വിദുഷോപി തത് ആരൂഢോ അഭിനിവേശ. അതായത് വിദ്വാൻമാർക്ക് പോലും മുജ്ജന്മാനുഭവം കൊണ്ട് സ്വാഭാവികമായി ഉണ്ടാകുന്ന മരണഭയം എന്ന് സാമാന്യാർത്ഥം. അതായത് ശരീരമെടുത്ത നമുക്ക് നമ്മളിപ്പോൾ ജീവനോടെ ഉണ്ട് എന്നും ചിന്തിച്ചാൽ നമ്മൾ നാളെ മരിച്ചു പോകും എന്നും സ്വാഭാവികമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇതിന് കാരണം ഈ ജീവൻ ഈ ജനന മരണങ്ങൾ എത്രയോ തവണ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ശരീരമുണ്ട് എന്നുള്ള തോന്നലും നാളെ ശരീരം ഇല്ലാതാവും എന്നുള്ള തോന്നലും, ഈ 2 തോന്നലുകൾക്കിടയിലാണ് നമ്മൾ ഈ ശരീരത്തെ നിലനിർത്താനും ഈ സുഖഭോഗങ്ങൾക്കൊക്കെ പുറകെ ഓടാനും ഒക്കെ സമയം കണ്ടെത്തുന്നതും അതൊക്കെ ആസ്വദിക്കുന്നതും മറ്റുമൊക്കെ. ഇതിനൊക്കെ കാരണം അവിടെ ആ അജ്ഞാനത്തിൽ നിന്നാണ് സൃഷ്ടി എന്നതാണ്. അപ്പോ തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് വിശദീകരിക്കാം. എല്ലാവർക്കും നമസ്കാരം. നാരായണ നാരായണ നാരായണ.